ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന സന്ദേശവുമായി നടക്കുന്ന ചലോ LOC യാത്രയ്ക്ക് വലിയ സ്വീകാര്യത. പഹൽഗാമിൽ പൊലിഞ്ഞ 26 ജീവനുകളെ പ്രതിനിധാനം ചെയ്ത് 26 ബുള്ളറ്റുകളിലാണ് കേരളത്തിൽ നിന്ന് അതിർത്തിയിലേക്ക് ഒരു സംഘം കുതിക്കുന്നത്. തുടർന്നുള്ള യാത്രയിൽ കൂടുതൽ പേർ ഭാഗമാകുമെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന രാമാനന്ദൻ ജനൻ TVയോട് പറഞ്ഞു. സമൂഹത്തിന്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ സന്ദേശമായിട്ടാണ് ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ശാരദാ ക്ഷേത്രം വരെ യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോ ഏതാണ്ട് സേലത്തിന് 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ആശയപ്രകാരം 100 ബുള്ളറ്റുകൾ കൊണ്ട് നമ്മുടെ നിശബ്ദരാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ 100 ബുള്ളറ്റുകൾ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റുകൾ ശബ്ദിക്കും, അങ്ങനെ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ഗ്രൂപ്പായിരുന്നു, 1000-ഓളം പേര് രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പായിരുന്നു. ഒരുപാട് സ്ക്രൂട്ടനി ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, സുരക്ഷാ കാര്യങ്ങൾ, വണ്ടിയുടെ ഫിറ്റ്നസ്, ആളുകൾക്ക് സാമ്പത്തികമായി കയ്യിൽ നിന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഗണിച്ച് അങ്ങനെ നോക്കിയാണ് ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൂടെ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന സംഘത്തിൽ 26 പേരാണുള്ളത്. 26 പേരാണ് റൈഡേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ മൊത്തം 48 പേരാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അക്കമ്പനി ചെയ്യുന്ന 3 കാറുകളുണ്ട്. 26 ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സംഖ്യ കൂടിയാണ്. പെഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾ 26 ആണ്. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ബുള്ളറ്റുകൾ, കേരളത്തിൽ ചെല്ലുന്ന ബുള്ളറ്റുകൾ 26 ആണ്. ഇടയിൽ വെച്ചൊക്കെ ഞങ്ങളുടെ കൂടെ പല സ്ഥലത്തു നിന്നും ബുള്ളറ്റുകൾ കൂടി ചേരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് 100 എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.